ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കുടുംബവിളക്കിന്റെ നാളത്തെ കഥയിലേക്ക് പോയാലോ. പിന്നെ നമ്മുടെ സച്ചിനാണെങ്കിൽ ശീതളിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അപ്പം സ്വരമോളെ എത്രയും പെട്ടെന്ന് സ്വരയുടെ വീട്ടിലേക്ക് എത്തിക്കാമെന്നും പറഞ്ഞ് സച്ചിൻ കൊച്ചിനെയും കൂട്ടി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പം സച്ചിൻ സ്വരമോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞാനും വരുന്നുണ്ട് കൂടെ, എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ശീതൾ വാശി പിടിക്കുക. അപ്പം ശീതൾ വാശി പിടിച്ചതും നമ്മുടെ സച്ചിനാണെങ്കിൽ ദേഷ്യം വന്നു. സച്ചിൻ ശീതളിനെ പിടിച്ചു ഒരൊറ്റ തള്ളങ്ങ് വെച്ചു കൊടുത്തു. ശീതൾ കട്ടിലിൽ പോയി കിടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സ്വരമോള് ഇതൊക്കെ കണ്ട് അവിടെ പേടിച്ച് നിൽക്കുകയാണ്. സ്വരമോളോട് സച്ചിൻ പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, അങ്കിളൊരു തമാശ കാണിച്ചതാണ്, മോള് വാ, മോളെ അങ്കിള് വീട്ടിൽ കൊണ്ടാക്കാന്നും പറഞ്ഞ് ആ കൊച്ചിനെയും കൂട്ടി അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം ശീതൾ വീണ്ടും പറഞ്ഞു, സച്ചിൻ ഞാൻ വീട്ടിലേക്ക് പോവും, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ശീതൾ ബഹളം വെക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി സച്ചിൻ രണ്ടിനെയും വീണ്ടും ആ റൂമിൽ പൂട്ടിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സ്വരയെ അന്വേഷിച്ച് നടന്ന് സുമിത്രയും അതുപോലെ പങ്കജും ഒക്കെ കൂടി ഒരു തീരുമാനം എടുത്തല്ലോ, പോലീസുകാരെ വിവരം അറിയിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷനിൽ എത്തിയ പാടെ തന്നെ സുമിത്രയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം സാറ് പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളെ സച്ചിനെ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാമെന്ന് പറയുകയാണ്. അപ്പം സച്ചിൻ ഒരു പ്രത്യേക ടൈപ്പാണെന്നും അവൻ്റെ മനോനില നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ അല്ല എന്നും ഒക്കെ സുമിത്ര സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സരസ്വതി അമ്മ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനാണ് സാധ്യത. ദൈവമേ, ഇനി ആ അനന്യയും അനിരുദ്ധും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ, പോലീസുകാരെങ്കിലും ഇവിടെ വരുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ സച്ചിൻ അങ്ങനെ ആ ടെൻഷനിലടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്രയും ടീമും ഒക്കെ സച്ചിൻ്റെ വീട്ടുപടിക്കലെത്തി. അപ്പം ഡോറിൽ ഇങ്ങനെ തട്ടുന്ന ആ ഒരു സമയത്ത് സച്ചിൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച സുമിത്രയോടൊപ്പം കുറച്ച് പോലീസുകാരും അതുപോലെ പൂജയും പങ്കജും ഒക്കെ നിൽക്കുന്നതാണ്. അങ്ങനെ സുമിത്രയാണെങ്കിൽ എവിടെടാ എൻ്റെ മോളെന്നും ചോദിച്ച് സച്ചിൻ്റെ വീട്ടിനകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, ആൻറ്റി അവരാരും ഇവിടെ ഇല്ല, ഞാൻ ആൻറ്റിയോട് പറഞ്ഞതാണല്ലോ, ആൻറ്റി ഇതിനു മുന്നേ വന്നപ്പോഴും ഞാൻ ആൻറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആൻറ്റിയോട് ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നത്, അതുകൊണ്ട് എന്തിനാ ആൻറ്റി ഇങ്ങനെ പോലീസുകാരെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് സച്ചിനാണെങ്കിൽ സുമിത്രയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നിന്റെ വാചകടിയൊക്കെ പിന്നെ മതി, ഞങ്ങളെ ഇവിടെ മുഴുവനും ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് സുമിത്രയും സുമിത്രയുടെ കൂടെ വന്ന പോലീസുകാരും കൂടി ആ ഒരു വീട് മുഴുവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ കുഞ്ഞിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയിട്ടും അവിടെ നിന്നും പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള ഒരു മറുപടി അല്ല നമ്മുടെ അനന്യക്ക് കിട്ടിയത്. അനന്യാണെങ്കിൽ അനിരുദ്ധിനോട് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അമ്മയ്ക്ക് ഫോൺ വിളിച്ചപ്പം കൊച്ചിനെയും കൊണ്ടാണ് വരുന്നതെന്ന് ഒരു വാക്ക് പറയാമല്ലോ, അവൾ എവിടെ പോയതാണെന്നും ഇത്രയും സമയം ആരുടെ കൂടെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയാഞ്ഞിട്ട് എനിക്ക് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ അനിരുദ്ധെന്നും പറഞ്ഞ് അനന്യ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ, ഭഗവാനെ ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത് താനാണ്, താൻ ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് ഇവരെങ്ങാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഈ വീട്ടിലുള്ള പോകതി അവസാനിക്കുകയല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ സരസ്വതിയമ്മ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ അനന്യ പറയുന്നുണ്ട്, അനിരുദ്ധേ നീ നിന്റെ അമ്മയെ ഒന്നുകൂടി വിളിക്ക്, ഞാൻ വിളിച്ചിട്ട് പുള്ളിക്കാരി ഫോൺ എടുക്കുന്നില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല എന്നും പറഞ്ഞ് അനിരുദ്ധിനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ അനന്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അനിരുദ്ധാണെങ്കിലോ നീ വിഷമിക്കണ്ട, അമ്മ പറഞ്ഞല്ലോ കൊച്ചിനെയും കൂട്ടിയിട്ട് മടങ്ങി വരുമെന്ന്, നിനക്ക് അതെന്താ വിശ്വസിക്കാൻ പറ്റാത്തത്, അനിരുദ്ധ എനിക്ക് ഒട്ടും സമാധാനിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് അനന്യ കരച്ചിലോട് കരച്ചിൽ. അപ്പം സരസ്വതിയമ്മയാണെങ്കിൽ ഒന്നുകൂടി സച്ചിനെ പോയി വിളിക്കാമെന്ന് വിചാരിച്ച് സരസ്വതിയമ്മ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോൾ, അല്ലേ വേണ്ട, ഇപ്പം ഇവള് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, വല്ല പോലീസുകാരും അവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ എൻ്റെ കോള് കണ്ടിട്ട് പിന്നെ എനിക്ക് പണിയാവണ്ടല്ലോ എന്നും പറഞ്ഞ് സരസ്വതിയമ്മ അങ്ങ് ഒതുങ്ങി. പിന്നീടാണെങ്കിലോ
സുമിത്ര ശീതലിനെ അന്വേഷിച്ച് സച്ചിന്റെ വീട്ടിൽ മുഴുവനും സെർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിൽ സാറ് സംസാരിക്കുന്നുണ്ട്. എടാ സത്യം പറയും, നീ എവിടെ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദക്ക് നീ പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിനക്കറിയാലോ പോലീസുകാരുടെ ഇടി എങ്ങനെയായിരിക്കുമെന്ന്. നീ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി നീ ഇത്ര വിവരം കെട്ടവനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ SI സാർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, എന്റെ പൊന്ന് സാറേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. സുമിത്ര ആന്റി നേരത്തെ ഈ വീട്ടിൽ വന്നപ്പോഴും ഞാൻ ആന്റിയോട് പറഞ്ഞതാണ്, ശീതളിനെ ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല, അതുപോലെ സ്വരയെയും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഇവൻ വീണ്ടും വീണ്ടും കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ പങ്കജാണെങ്കിലോ, സാറേ ചോദിക്കേണ്ട വിധം അവനോട് കാര്യങ്ങൾ ചോദിക്ക്, അവൻ സത്യം തത്ത പറയുന്നത് പോലെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് പങ്കജൊന്ന് എരികേറ്റി കൊടുക്കുകയാണ്. അങ്ങനെ സാർ അവനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയം താഴെ നടക്കുന്ന ബഹളങ്ങളൊക്കെ കേട്ട് നമ്മുടെ ശീതളിന് എന്തോ ഒരു സംശയം തോന്നി. ശീതളാണെങ്കിലോ ആ ഡോറിൽ ഇങ്ങനെ അടിച്ച് സച്ചിൻ കതക് തുറക്ക്, സച്ചിൻ കതക് തുറക്ക് എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലും തൻ്റെ മകളുടെ ശബ്ദമാണ് കേട്ടത് എന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ നേരെ മേളിലേക്ക് കയറി പോവാണ്. അപ്പം സുമിത്ര ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും ആ വാതിൽ പുറത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അപ്പം സുമിത്ര ഇപ്പറേ നിന്ന് പറയുന്നുണ്ട്, ശീതൾ അമ്മ വന്നിട്ടുണ്ട്, നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് ശീതളിനെ ആശ്വസിപ്പിക്കുമ്പോൾ അമ്മ അവൻ ഈ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എന്നും പറഞ്ഞ് ശീതൾ ഒരു കരച്ചിലങ്ങ് കരയുക. പെട്ടെന്ന് തന്നെ SI സാറ് ആ റൂമിന്റെ താക്കോൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചിനാണെങ്കിൽ ഇതാ ശരിക്കും പറഞ്ഞാൽ ഒരു പാവത്താൻ്റെ കണക്ക് അവിടെ നിന്നിട്ട് ആ താക്കോൽ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആ റൂം തുറക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സ്വരമോളാണെങ്കിൽ ഓടി വരിക, അച്ഛമ്മയെന്ന് വിളിച്ചോണ്ട്. അങ്ങനെ നമ്മുടെ സുമിത്രയെ കെട്ടിപ്പിടി. പിന്നീട് സുമിത്ര തൻ്റെ മകളെയും ചേർത്ത് പിടിച്ച് ആ വീടിന്റെ പടി ഇറങ്ങി വരികയാണ്. ഈ സമയത്താണെങ്കിലോ സച്ചിൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങി. സച്ചിൻ അവന്റെ മുഴുവൻ ഭ്രാന്തും, ശീതളെ നീ ഇവിടെ നിൽക്കണം, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നിനക്കറിയാലോ നിന്നെ കാണാതിരുന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സച്ചിൻ ശീതളിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പം നീ എന്ത് വേണേലും ചെയ്തോ എന്നുള്ള രീതിയിൽ നമ്മുടെ ശീതളാണെങ്കിൽ കൂളായിട്ട് സച്ചിനോട് യാത്രയും പറഞ്ഞ് സുമിത്രയുടെ കൈയും പിടിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പം സച്ചിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കണമല്ലോ. അതിനുവേണ്ടി പോലീസുകാരൻ പറയുന്നുണ്ട്, സുമിത്ര മാഡം നിങ്ങളൊരു കംപ്ലൈൻറ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയുമ്പം അത് വേണ്ട സാറേ, ഇനിയിപ്പം അവൻ്റെ പേരിൽ ഇനിയൊരു കംപ്ലൈൻറ്റ് കൂടി കൊടുക്കണ്ട, അവൻ ഇപ്പം തന്നെ ആകെ മൊത്തം തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്, അവൻ എൻ്റെ മോളോടുള്ള അമിതമായ സ്നേഹമാണ് അവനെ കൊണ്ട് ഈ ക്രൈം മുഴുവനും ചെയ്യിക്കുന്നത് എന്നും പറഞ്ഞ് സുമിത്ര കാര്യങ്ങളൊക്കെ സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പം നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം, ഇനിയും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് ആ സാർ ഇങ്ങനെ ഉപദേശിക്കുമ്പോഴത്തേക്കിനും പങ്കജാണെങ്കിൽ ഇടപെടുകയാണ്. അപ്പൊ പങ്കജ് പറയുന്നുണ്ട്, സാറേ വേണ്ട സാറേ, ഞാൻ സാറിന്റെ അടുത്ത് സംസാരിച്ചതാണല്ലോ, ഇവര് തമ്മിൽ അകന്നാണ് കഴിയുന്നത്. അപ്പം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സുമിത്ര ആന്റി ശീതളിനെ സച്ചിനോടൊപ്പം വിടാമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇനി ആന്റി എന്തായാലും ഈ കാര്യത്തിൽ 2 തവണ കൂടി ആലോചിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചിനാണെങ്കിൽ ഒരു ഭ്രാന്തൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെയുള്ള ഓരോ കാട്ടായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പങ്കജിനോടും പൂജയോടും സുമിത്രയും ശീതളും നന്ദി പറയുകയാണ്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ ഇങ്ങനെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് പറയുമ്പം അമ്മ എന്തിനാ അമ്മ എന്നോട് നന്ദി പറയുന്നത്? ശീതള ചേച്ചി അതെൻ്റെ ഈ ചേച്ചിയല്ലേ, ഞാൻ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പങ്കജാണെങ്കിലോ എല്ലാ ക്രെഡിറ്റും പൂജയ്ക്കാണ് ആൻറ്റി ഉള്ളത്. പൂജയാണ് പറഞ്ഞത് സ്റ്റേഷൻ വഴി ഇനി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന്. ഇപ്പൊ പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും സച്ചിന് സത്യങ്ങൾ പറയേണ്ടി വന്നില്ലേ. എന്തായാലും അങ്ങനെ നമ്മുടെ പങ്കജ് സംസാരിച്ചു സുമിത്രയുടെ കൂടുതൽ ഇഷ്ടം പിടിച്ചു പറ്റുകയാണ്. നമ്മുടെ പങ്കജിന്റെ ഉള്ളിലിരിപ്പൊക്കെ എന്തായാലും സുമിത്ര മനസ്സിലാക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പം പങ്കജിനെ എങ്ങനെയെങ്കിലും പൂജയെ സ്വന്തമാക്കണമെങ്കിൽ സുമിത്ര എന്ന് പറയുന്ന ആന്റിയെ കൂടി വശത്താക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പങ്കജ് അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ കുടുംബവിളക്കിന്റെ വിശേഷത്തിലുള്ളത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.